തോമസ് കെ തോമസ് എം.എൽ.എ എൻ.സി.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റുവെങ്കിലും പുനഃസംഘടന വൈകും. പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന വിഭാഗീയത പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയാത്തതിനാൽ തന്നെ എൻ.സി.പിയുടെ ജില്ലാ കമ്മിറ്റി രൂപീകരണവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ദിവസം പി.സി. ചാക്കോ ഓഫീസിലെത്തിയെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുക്കാതെ മടങ്ങി. കണക്കുകൾ കൈമാറിയ ശേഷം ഓഫീസ് വിടുകയായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാന നേതൃനിര മുതൽ ജില്ലാ ഘടകം വരെയുള്ള പുനഃസംഘടനയാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. പുനഃസംഘടന ജില്ലാ കമ്മിറ്റികളിലേക്ക് എത്തുമ്പോൾ വിഭാഗീയത വളരുമെന്നും സംസ്ഥാന നേതൃത്വത്തിന് നന്നായി അറിയാം. 6 ജില്ലകളിൽ കാലാവധി പൂർത്തിയാക്കിയ ജില്ലാ പ്രസിഡന്റുമാർക്ക് പകരം ആളെ കണ്ടെത്തണം. ജില്ലാ ഭാരവാഹികളിൽ പി.സി. ചാക്കോയെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ജില്ലാ സമ്മേളന വേളയിൽ ഇവർ പി.സി. ചാക്കോയ്ക്ക് അനുകൂലമായി പ്രതികരിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാകില്ല. ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയോടെ പുനഃസംഘടന നടത്താനാണ് തോമസ് കെ തോമസ് എം.എൽ.എയുടെ തീരുമാനം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പുനഃസംഘടന പൂർത്തിയാക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചന. എന്നാൽ ഇടഞ്ഞു നിൽക്കുന്ന പി.സി. ചാക്കോയുടെ മനസ്സിൽ പറയാൻ ദേശീയ നേതൃത്വം നീക്കം തുടങ്ങി. പി.സി. ചാക്കോ വിഭാഗീയതയുണ്ടാക്കി എൻ.സി.പി വിട്ട് പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ UDF-നൊപ്പം ചേരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതേസമയം വിഷമഘട്ടത്തിൽ കോൺഗ്രസിനെ തള്ളി എൻ.സി.പിക്കൊപ്പം പോയ പി.സി. ചാക്കോയോട് മൃദു സമീപനം വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.